കഴിഞ്ഞ 30-35 കൊല്ലമായുള്ള ബന്ധം കൂട്ടുകാരനെന്നോ സഹോദരനെന്നോ പറയാം. അതിലുപരി കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി മമ്മൂക്കയ്ക്കൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ് ജോർജ് സെബാസ്റ്റ്യൻ എന്ന സിനിമാ നിർമ്മാതാവ്. ആദ്യം മമ്മൂട്ടിക്കരികിലേക്ക് ജോർജ് എത്തിയത് അദ്ദേഹത്തിൻ്റെ മേക്കപ്പ് മാൻ ആയിട്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ അടുത്ത കൂട്ടുകാരനും പ്രശസ്ത സിനിമാ നിർമ്മാതാവും ഒക്കെയായി ജോർജ് മാറിയതിനു പിന്നിൽ മമ്മൂക്കയുടെ കൈകളും സഹായങ്ങളുമുണ്ട്. ഇപ്പോഴിതാ ജോർജിൻ്റെ മൂത്ത മകളുടെ മിന്നുകെട്ടിന് മുന്നോടിയായുള്ള മധുരം വെപ്പിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ കൊച്ചിയിൽ വെച്ച് നടന്ന ചടങ്ങിലേക്ക് മമ്മൂക്ക കുടുംബസമേതമാണ് എത്തിയത്. പർപ്പിൾ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഫ്ലോറൽ പ്രിന്റുള്ള ഷർട്ടും കോട്ടന്റെ സെറ്റ് മുണ്ടുമാണ് പതിവ് വേഷം പോലെ തന്നെ മമ്മൂക്ക ധരിച്ചത്. ഭാര്യ സുൽഫത്തിനൊപ്പം വേദിയിലേക്കെത്തിയ മമ്മൂക്ക വധുവായ സിന്ധ്യ ജോർജിന് മധുരം നൽകുകയും ശേഷം സിന്ധ്യയുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന മമ്മൂക്കയെയുമൊക്കെ ദൃശ്യങ്ങളിൽ കാണാം. മമ്മൂക്കയും സുൽഫത്തും കൂടാതെ മകൻ ദുൽഖർ സൽമാനും മരുമകൾ അമാലും പേരക്കുട്ടി മറിയവും ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. രമേഷ് പിഷാരടിയും ഭാര്യയ്ക്കൊപ്പം ചടങ്ങിന് എത്തിച്ചേർന്നിരുന്നു. വധു സിന്ധ്യ ജോർജിനൊപ്പം ജോർജിനെയും ഭാര്യ ഉഷയെയും ഇളയ മകൾ സിൽവിയ ജോർജിനെയും വീഡിയോയിൽ കാണാം. മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സന്തത സഹചാരിയാണ് ജോർജ് സെബാസ്റ്റ്യൻ. മമ്മൂട്ടി എന്ന താരത്തിന്റെ എല്ലാ ഉയർച്ച താഴ്ചകളിലും ജീവിതയാത്രയിലുമെല്ലാം എപ്പോഴും കൂടെയുണ്ടായിരുന്ന സൗഹൃദമായിരുന്നു ജോർജിൻ്റേത്. പ്രിയപ്പെട്ട കൂട്ടുകാരനും സിനിമാ നിർമ്മാതാവുമായ ജോർജിന്റെ മകളുടെ മധുരം വെപ്പിന് അതുകൊണ്ട് തന്നെ താരകുടുംബത്തിന് വരാതിരിക്കാൻ കഴിയില്ല. കുടുംബസമേതമാണ് മമ്മൂട്ടി വിവാഹത്തിന് എത്തിയത്. അപൂർവം വിശേഷ ചടങ്ങുകളിൽ മാത്രമേ മമ്മൂട്ടി കുടുംബത്തിനൊപ്പം എത്താറുള്ളൂ. 1991 മുതൽ ജോർജ് മമ്മൂട്ടിക്കൊപ്പമുണ്ട്. IV ശശി ചിത്രമായ നീലഗിരി എന്ന ചിത്രത്തിൽ മേക്കപ്പ് മാനായാണ് മമ്മൂട്ടിക്കൊപ്പമുള്ള ജോർജിന്റെ യാത്ര തുടങ്ങുന്നത്. ജോഷി സംവിധാനം ചെയ്ത കൗരവർ എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര മേക്കപ്പ് ആർട്ടിസ്റ്റായി അരങ്ങേറ്റം കുറിച്ചു. 25-ലധികം ചിത്രങ്ങളിൽ മമ്മൂട്ടിയുമായി സഹകരിച്ച ജോർജ് പിന്നീട് താരത്തിന്റെ പേഴ്സണൽ മേക്കപ്പ് മാനായി മാറുകയായിരുന്നു. 2010-ൽ പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന ചിത്രത്തിന് രതീഷ് അമ്പാടിയോടൊപ്പം 40ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച മേക്കപ്പ് മാനുള്ള അവാർഡും ജോർജ് പങ്കിട്ടു. 2006-ൽ കറുത്ത പക്ഷികൾ എന്ന ചിത്രത്തിന് മികച്ച മേക്കപ്പിനുള്ള ക്രിട്ടിക്സ് അവാർഡും നേടി. മേക്കപ്പ് മാൻ മാത്രമല്ല, മലയാള സിനിമയിലെ നിർമ്മാതാവ് കൂടിയാണ് ജോർജ് ഇന്ന്. മമ്മൂട്ടി നായകനായി എത്തിയ മായാവി എന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് ആയിരുന്നു. മമ്മൂട്ടിയെ നായകനാക്കി ലാൽ ജോസ് സംവിധാനം ചെയ്ത ഇമ്മാനുവൽ എന്ന ചിത്രം നിർമ്മിച്ചതും ജോർജ് ആണ്. അച്ചാദിൻ, പുഴു പോലുള്ള ചിത്രങ്ങളുടെ നിർമ്മാതാവും ജോർജ് തന്നെ. മമ്മൂട്ടിക്കൊപ്പം റോഷാക്ക് എന്ന ചിത്രത്തിൽ ചില രംഗങ്ങളിലും ജോർജ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.